പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളെ കുറച്ച് ഇംഗ്ലീഷ് പറഞ്ഞ് കേൾപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. മറ്റൊന്നുമല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജ് പറയുമ്പോൾ, അത് വായിക്കുമ്പോൾ ചിലരുടെ പ്രൊനൗൺസിയേഷൻ കേൾക്കുമ്പോൾ ശരിക്കും ചിരി വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ഇംഗ്ലീഷുകാരിയൊന്നുമല്ല, എങ്കിലും ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കും പിടികിട്ടും, ശരിയാണല്ലോ എന്ന് നിങ്ങളും ചിന്തിക്കും. അപ്പോൾ എൻ്റെ മോളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ഞാൻ വായിക്കുകയാണ്, നോർമൽ ഗതിയിൽ ആൾക്കാർ വായിക്കുന്ന രീതിയിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വന്നേക്കാം, സാരമില്ല, നിങ്ങൾ ചിരിച്ചോളൂ. വൈ ഡസ് ദ സ്പീക്കർ കോൾ ബുക്സ് വേൾഡ്സ് ഓഫ് വണ്ടർ? ചില ആളുകൾ വായിക്കുന്ന രീതി ഇതാണ്. അപ്പോൾ നമ്മൾ മലയാളം വായിക്കുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങ് വായിക്കുന്നത് കേൾക്കുമ്പം തന്നെ ചിരിച്ച് മണ്ണ് കപ്പിപ്പോവും. അപ്പോൾ ഇതിന് വലിയ പരിജ്ഞാനമൊന്നും വേണ്ട. ഇംഗ്ലീഷ് ഒരു സ്റ്റൈലായിട്ട് അങ്ങ് വായിക്കുക, നിങ്ങൾക്കറിയാവുന്ന സ്റ്റൈലിൽ അങ്ങ് പ്രയോഗിച്ചു. മലയാളം പറയുന്ന പോലെ 8-10 8-10 എന്ന രീതിയിൽ വായിക്കരുത്. ഇംഗ്ലീഷിനൊരു ഭംഗിയുണ്ട് വായിക്കുമ്പോൾ അല്ലെ പറയുമ്പോൾ, ആ രീതിയിൽ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഭംഗിയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. വൈ ഡസ് ദ സ്പീക്കർ കോൾ ബുക്സ് വേൾഡ്സ് ഓഫ് വണ്ടർ? അപ്പോൾ ആ ഡിഫറൻസ് ഇപ്പം നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. നേരത്തെ വായിച്ച പോലെ വൈ ഡസ് ദ സ്പീക്കർ കോൾ ബുക്സ് എന്നൊന്നും പറഞ്ഞ് വായിക്കരുത്. ഇതാർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്.